അപ്പൊ നമ്മൾ എവിടെ പോയേ വേഗം പറ. അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. അവിടുത്തെ പെരുന്നാളാണെന്ന്. അപ്പൊ അവിടെ വലിയ ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പോയി കൂടിയിട്ട് വരാം അല്ലേ കുഞ്ഞേ? അപ്പൊ അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഏത് സമയത്ത് തന്നെയുള്ള പരിപാടിയെന്ന്. ഇതൊന്നും അല്ല കേട്ടോ. പിന്നെ മനുഷ്യരായ എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്റർടൈൻമെന്റുകളും എൻജോയ്മെന്റ്സും ചെറിയ പെരുന്നാൾ അതന്നെ. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ പെരുന്നാളുകളാണ്. നമ്മുടെ വലിയ പെരുന്നാൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അത് ജനുവരി 25-26 കേട്ടോ നമ്മുടെ കോടഞ്ചേരി പള്ളിയിലെ പെരുന്നാൾ. ആ പെരുന്നാൾ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാനേ നേരമുണ്ടല്ലോ. അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും എപ്പോഴും കൂടെ കാണാൻ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ളപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക. അപ്പൊ അത്ര തന്നെ. അപ്പം നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും പുണ്യാളിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയുക, പിന്നെന്താ പറയാല്ലേ, നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം. അപ്പം നമുക്ക് അവിടെ ചില വിശേഷങ്ങളൊക്കെ പറയാം. എവിടെ ടവർ അപ്പൊ അത് ഇവിടെയാണ് കേട്ടോ. ഞങ്ങളുടെ ചേച്ചി എത്താനൊക്കെ വരുന്ന വീടാണ് ഇത്. അതാ ഇവിടെ തെങ്ങുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ടവർ കാണിച്ചപ്പോ കുഞ്ഞു കണ്ടില്ല. ഇവിടെ നമ്മുടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വണ്ടി ഇട്ടിട്ട് പല്ലെ നടന്നു പോവാം. അപ്പൊ നമുക്കിവിടെ വണ്ടി മെല്ലെ ഒതുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജിലേബി. പ്രത്യേകിച്ച് ശർക്കരയിലിട്ട ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോകാൻ നേരം വാങ്ങാൻ നേരത്തെ ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് അച്ഛനും മക്കളും പോയി ഇട്ടാപ്പൊട്ടിയൊക്കെ വാങ്ങി കേട്ടോ. കുട്ടിക്കട മൊത്തത്തിലിട്ട് പൊട്ടിക്കാതായിരിക്കും കാണാൻ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പം ഇങ്ങോട്ട് നോക്കണം. എന്നാടി അവരത് കൂട്ട് വേണം. പണിയും തിരക്കൊക്കെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പോയി കഴന്നെടുത്തു കേട്ടോ. കുഞ്ഞായി ഒപ്പൂസും എടുത്ത് ഞങ്ങളത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ശേഷം ഇവിടെ നേർച്ച കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പവും പോക്കുമായിരുന്നു. ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിച്ചു. ഇതവിടെ എല്ലാവരും നല്ല തിരക്കുന്നതോടെ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞായി അപ്പൂസും കഴിച്ച് കഴിഞ്ഞിട്ടില്ല, തേ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും തിരിച്ച് പള്ളിയുടെ അവിടെ വഴി വന്നു കേട്ടോ. നമ്മൾ നേരെ താഴെ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് അവിടേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് വെടിക്കെട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഗാനമേളയൊക്കെ തുടങ്ങുന്നത്.
അണിനിരത്തി ഇഷാ മീഡിയ കോഴിക്കോട് അണിയിച്ചിരിക്കുന്ന ലൈവ് ഷോ അല്പസമയത്ത് നാടാണ്, നന്മയുള്ള നാടാണ് നമ്മുടെ സ്വന്തം ഈ നാട്. മനോഹരമായിട്ടുള്ള ചൂരമുണ്ട വിശുദ്ധ സെബാസ്റ്റ്യൻ ഡോസിന്റെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാ ആസ്വാദകർക്കും കലാസ്നേഹികൾക്കും ഒരുക്കുന്ന കലാകൃതിയിലേക്ക് ഒരിക്കൽ കൂടി ഊഷ്മമായ സ്വാഗതം. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അല്ലേ? റെഡിയല്ലേ? അടിച്ചു പൊളിക്കട്ടെ? ഓക്കെ, എങ്കിൽ എല്ലാവരെയും കൂട്ടി ഇറക്കിക്കൊണ്ട് ഞാനൊരു ഉല്ലാസ യാത്രയ്ക്ക് തുടർന്നിരിക്കുന്നു. ഒരു കുഞ്ഞു വാഹനത്തിൽ, മനോഹരമായിട്ടുള്ള ഒരു വാഹനത്തിൽ ഒരു ടൂറ് പോകാൻ ഞാൻ റെഡിയാണോ? വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേജാണ് വാഹനം. അതിലെ ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചാൽ അവതാരകനായിട്ടുള്ള എന്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, ഞാനുമുണ്ട് കൂടെ. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ ഡ്രൈവർ. ഒരുക്കി കൊടുക്കാം, അടിച്ചു പൊളിക്കാം. റെഡി? റെഡിയാണോ? അല്ല, ഇങ്ങനെയാണ് ശരിയാകട്ടോ. റെഡിയാണോ? എങ്കിലും ഒന്ന് ഉറക്കെ കൈയടിച്ചല്ല, ഉഷാറായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ വേദിയിൽ ഇവിടെ അനുഗ്രഹീത ഒരു കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സുദൃഢനായിട്ടുള്ള വാക്കുകൊണ്ട് അധികനായിട്ടുള്ള നിരവധി പെർഫോമൻസ് കൊണ്ട് തന്നെ മായിക ലോകം തീർത്ത സംഗീതത്തിലാണെങ്കിലും ഒരുപാട് കലകളിലൂടെ തന്നെ സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ സ്വന്തം ജയേഷ് കൂടരങ്ങി എന്ന കലാകാരന്റെ ഹൃദയത്തിലൂടെ വീഴുന്ന മനോഹരമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള ആ ഗാനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ കൊടുക്കണം ഈ നാടിന്റെ നല്ലൊരു കൈയടി. ജയേഷ് കൂടരങ്ങി ഒരു നൽകി കൊടുക്കാം. ജയേഷ് എന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമിലൂടെ അതിന്റെ വിന്നറായിട്ടുള്ള മലബാറിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പ്രിയങ്കരിയായ ഒരു കലാകാരിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. ഗാനവും നല്ല ഗാനവുമായി മേഘന. കടക്കുകയാണ്. നമുക്കറിയാം ഈ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു RDX എന്ന് പറയുന്നത്. ഷൈനികം, പെപ്പെ, നീരജ് മാധവ് തുടങ്ങിയ തകർത്ത് അഭിനയിച്ച് ഹിറ്റാക്കിയ RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു ഗാനത്തോടു കൂടി നമ്മുടെ പെർഫോമൻസ് സീനിയേഴ്സ് കടന്നു വരികയാണ്.
മറ്റാരുമല്ല, ഒട്ടനവധി വേദികളിലൂടെ ഇന്ന് ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകളോട്, ശ്രദ്ധേയമായ ഡാൻസോട് കൂടിയൊക്കെ കളിച്ച് നല്ല ഗംഭീരമാക്കിയിട്ടുള്ള രണ്ട് കലാകാരന്മാരെയാണ് ഇന്ത്യയിൽ വിദേശത്തുമൊക്കെ നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് ഇന്ന് കലാരംഗത്തെ ഏറ്റവും മുടിച്ചൂടാൻ മന്നന്മാരായി നിൽക്കുന്ന രണ്ട് പ്രതിഭകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജംഷിദ് ആൻഡ് സുഹൈൽ. എന്ന പ്രോഗ്രാമിലൂടെയും ഉഗ്രമൂച്ചനം എന്ന പരിപാടിയിലൂടെയും ഇവരുടെയും മനം കവർന്ന ഒരു മികച്ച കലാകാരനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നിരവധി പെർഫോമൻസ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നല്ല കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിജേഷ് പാലോ വേദിയിലേക്ക്. Yeah.
എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു സിനിമ എടുക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഓടി നടക്കുകയാണ്. ഒരു സിനിമ സംവിധാനം ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ടെലിഫിലിം ഒരു ഹോം സിനിമയ്ക്ക് എടുത്തിട്ട് മലയാള സിനിമയുടെ സംഘടനയായിട്ടുള്ള അമ്മയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പൊ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഓഡിഷൻ റൗണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഇന്റർവ്യൂവിൽ ഓഡിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഒരു തിരക്കുള്ള അത് മാത്രമല്ല സാറേ, ഇയാൾ അമ്മ സംഘടനയുടെ എത്തിയിട്ടാണ് വരുന്നത്. അമ്മ മലയാള സിനിമ ഞാൻ കയറാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ മലയാള സിനിമ സംഘടനയുടെ എഴുത്തായിട്ട് വരുന്ന ആളാണ്. പ്രിയമുള്ളവരെ, നല്ല അടിപൊളി ആർട്ടിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. അമ്മയുടെ സംഘടനയുടെ അടിപൊളി എഴുത്തുമായിട്ട് ഒരു വ്യക്തി വരികയാണ്. അയാളെ ഞാൻ ഇൻട്രസ്റ്റ് ചെയ്ത് സൂപ്പർ പടം ചെയ്യും. സൂപ്പർ ഇതെന്താ കുരുടിപ്പാമ്പിന്റെ കുഞ്ഞോ? നിന്നെ കണ്ട ആര് മാറി നിൽക്കുന്ന പറഞ്ഞത്? മമ്മൂട്ടി മോഹൻലാൽ മാത്രല്ല, ജമ്മു നാട്ടുകാർ മുഴുവൻ മാറി നിൽക്കും. അതത് കുളിച്ചൂടോ? സിനിമ കിട്ടിട്ട് വന്നാണ്. ഓക്കെ, ആരും മറ്റേ എന്തൊക്കെ സംഭവം അമ്മയുടെ മലയാള സിനിമയിലെ അമ്മയുടെ എഴുത്തുമായിട്ട് വന്ന വ്യക്തിയാണ്. ഓക്കെ, എന്റെ അമ്മയുടെ എഴുത്താണ് നിങ്ങൾക്ക് തരാൻ തന്നാണ്. എന്റെ അമ്മയുടെ എഴുത്തോ? പിന്നെ എന്റെ അമ്മ ഏത് സംഘടനയിലുള്ളത്? എന്റെ അമ്മ തൊഴിലുറപ്പിന്റെ മേറ്റ ആണ്. സത്യമായിട്ട് ഗുരുവായൂരപ്പനാണ്. ഇത് കയ്യിലല്ല, കയ്യിലുള്ളത് ഞാൻ അവിടെ കൊടുത്തപ്പോ അവിടെ ലാൻഡ് വീർപ്പിക്കാൻ തന്നതായിരുന്നു. പൂരിപ്പിക്കാൻ അതിനു വേണ്ടി തന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ കൊടുക്കുന്ന ഒരു ഫോമാണ്. ഇത് ഫിൽ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, തന്റെ പേരെന്താ? കഴിഞ്ഞിട്ടുള്ള പൂ. മലയാളത്തിലെ വീട്ടുകാരെന്താ വിളിക്കുക? ഞാൻ സച്ചിന്ന് വിളിച്ചോളാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. തന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. തന്റെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അങ്ങനെ പറയണ്ടേ? 5 പേരോ? അല്ല, 5 ഡസൻ. 5 ഡസനോ? അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. നാട്ടുകാരെ നിർത്തിച്ച്. അച്ഛൻ അപ്പൊ ഞങ്ങള് പെരുന്നാളൊക്കെ കൂടി തിരിച്ചു വന്നു. അത്ര നല്ല ഗാനമേളയൊന്നുമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ തീരുന്നില്ല, ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പൊ അതാ കുഞ്ഞായിക്ക് ഒരു എയറോപ്ലെയിനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാക്കി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്താ പറയുക, എല്ലാവരും ഹാപ്പി അടിക്കുക, സേഫ് അടിക്കുക. അടുത്തുള്ള സൂപ്പർ കിട്ടുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം.